എടീ, മര്യാദയ്ക്ക് സംസാരിക്കണം. ആ അതിന് ഞാൻ മര്യാദകേടൊന്നും പറഞ്ഞില്ലല്ലോ, കാര്യല്ലേ പറഞ്ഞത്. നീ വീണ്ടും വീണ്ടും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? മനസ്സിലായില്ല. മനസ്സിലാകാത്തതോ അതോ മനസ്സിലാവില്ല എന്ന് നടിക്കുന്നതോ? ഞാൻ നിങ്ങളെ ചതിച്ചൊന്നും പറഞ്ഞ് ആ പൂജ അലങ്കോലമാക്കി നിങ്ങൾ അവിടുന്ന് പോയി. ദേ പിന്നെയും വന്നു. നിർത്ത്. നിന്റെ അഭ്യാസങ്ങളൊന്നും എന്നോട് വേണ്ട. ഒരേ ഒരു കാര്യമേ അറിയാനുള്ളൂ. നീയാണോ അവരെ രക്ഷപ്പെടുത്തിയത്? ഓ ഇതാണോ കാര്യം? ഇതങ്ങ് നേരെ ചോദിച്ചാ പോരെ. സത്യം സത്യമായിട്ട് തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അവര് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. നീ അവരെ സഹായിച്ചില്ലെങ്കിൽ നീ നിന്റെ ഫ്രണ്ടിനെ അവരുടെ അടുത്തേക്ക് ദൂതിനയച്ചത് എന്തിനാ? ദേ അത് ന്യായമായ ചോദ്യം. ഞാൻ എന്റെ ഫ്രണ്ട് വഴി മൈഥിലിയെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്റെ ലക്ഷ്യം നിറവേറാനാ. എന്നെ ഈ ട്രാപ്പിൽ പെടുത്തിയിട്ട് കടന്നു കളഞ്ഞവരാ അവര്. വൈശാഖിനോടൊപ്പം ഒളിച്ചോടാൻ ആ മൈഥിലിയെ സഹായിച്ചത് ഞാനാണെന്ന് ആ മൈഥിലി തന്നെ കത്തെഴുതി വെച്ചു. എന്നെ എന്റെ വീട്ടുകാരുടെ മുന്നിലും ACPയുടെ മുന്നിലും അവര് കൊള്ളരുതാത്തവളാക്കി മാറ്റി. ഞാൻ എല്ലാവരുടെ മുന്നിലും തെറ്റുകാരിയായി. അവനും അവളും കൂടി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഡ്രാമ കളിച്ചു. അതിലെ മെയിൻ കഥാപാത്രമായി എന്നെ ആക്കി മാറ്റി. അങ്ങനെ ACPയെയും മറ്റെല്ലാവരെയും പറ്റിച്ച് അവർ കടന്നു കളഞ്ഞു. പോയപ്പോഴും ഒരു കത്തെഴുതി വെച്ച് അവരെന്നെ ചീത്തയാക്കി. ഞാൻ അനുഭവിച്ച വേദന, നാണക്കേട് എല്ലാവരും നോക്കി നിൽക്കെ നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരത, ഇതിനെല്ലാത്തിനും കാരണക്കാര് അവനും അവളുവാ. അവരെ കണ്ടെത്തി പകരം വീട്ടേണ്ടത് എന്റെ ജീവിത ലക്ഷ്യമാ. അവരെ എങ്ങനെയും കണ്ടെത്താനാണ് ഞാൻ എന്റെ കൂട്ടുകാരെ ചുമതലപ്പെടുത്തിയത്, അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാനൊന്നും അല്ല. ഞാൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് അവരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യും. സത്യം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യും. എല്ലാവരുടെയും മുൻപിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാ. ഞാനത് തെളിയിക്കും. എന്നാ നീ തെളിയിക്കും. തെളിയിക്കും. എന്താ സംശയം? ഞാൻ അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഒരു റൈറ്റ് ഉണ്ട്. എനിക്കിട്ട് ചെയ്തതിന് തിരിച്ചൊരു പണി കൊടുക്കാനുള്ള റൈറ്റ്. പക്ഷേ ACP അവരുടെ പിറകെ നടക്കുന്നതിന് ഒരു റൈറ്റും ഇല്ല. എന്ന് മാത്രമല്ല, അത് നാണക്കേടാ. നിങ്ങളുടെ സ്നേഹം ആ സ്ത്രീ തിരിച്ചറിഞ്ഞില്ല ACP. നിങ്ങളുടെ ശുദ്ധ മനസ്സ് മനസ്സിലാക്കിയിട്ട് അവര് നിങ്ങളെ വഞ്ചിച്ചു. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കണം. അവളോട് ഒരു കടലോളം സ്നേഹം ACPയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാ ACPക്ക് ഇത്ര സങ്കടം. എനിക്കറിയാം. ഓടുന്നവനും ഓടിക്കുന്നവനും ഓട്ടം ഒരുപോലെയാ. എന്തായാലും ഓടാൻ വേണ്ടി അവളെ തെരഞ്ഞെടുത്തതാ ആ ജീവിതം. അവളിനി മരണം വരെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഇനി അവളുടെ പിറകെ ഓടരുത്. നിങ്ങൾ വിട്ടിയാവും, നാണം കെട്ടവനാവും. കഴുത്തിൽ ഈ താലി കെട്ടുന്നതിന് മുൻപ് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന്റെ പേര് പറഞ്ഞു പോയതാ. ക്ഷമിക്കണം. കേറി വാ മക്കളെ.
എന്താ അന്യരെ പോലെ അവിടെ നിന്ന് കളഞ്ഞത്? കേറി വാന്ന്. ഇവിടെ അങ്ങനൊന്നും കരുതണ്ട. ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയാ മതി. മുകളിലേക്ക് നോക്കിയ ആകാശവും താഴേക്ക് നോക്കിയ ഭൂമിയും അത്രേ എനിക്കുള്ളൂ. എനിക്കാണെങ്കിൽ ആരുമില്ല. നിങ്ങൾക്കാണെങ്കിൽ എന്നെപ്പോലൊരു അമ്മയെ ഈ അവസ്ഥയിൽ കൂടിയേ തീരും. നമുക്കിവിടെ കൂടാം മക്കളെ. ഇരിക്കും മക്കളെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ തീരെ കുറവായിരിക്കും കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൂടുതലാ, അല്ലേ മൈഥിലി? അതെ. എന്നാ പിന്നെ ഞാൻ ചായ എടുക്കാം. അയ്യോ, ഇപ്പൊ വേണ്ട. ചായ ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളൂ. ഓ, അതും ശരിയാണല്ലോ. പാവം കുട്ടികള് ഒത്തിരി വിഷമിച്ചു അല്ലേ? അല്ല, ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നതേ മാതാപിതാക്കളെ വല്ലാതെ വിഷമിപ്പിക്കും തന്നെയാ. ഇരുവരും വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കല്യാണം നടത്തിയാൽ മതിയായിരുന്നു. അമ്മേ, അതൊക്കെ ഒത്തിരി വട്ടം ശ്രമിച്ചതാ. അതൊക്കെ വിജയിക്കാതെ വന്നപ്പോഴാ ഞങ്ങള് ഇങ്ങനത്തെ ഒരു കടുത്ത തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. എന്റെ വീട്ടുകാരെ എങ്ങനെയും സമ്മതിപ്പിക്കാമായിരുന്നു. എന്റെ അച്ഛനമ്മയും കോളേജ് പ്രൊഫസർമാരാ. കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു. വാല് തീ പിടിച്ച് ഓടുമ്പോഴും അവൻ്റെ ഒരു തള്ളു. പരമ കൺട്രികളായവൻ്റെ അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസർമാരാണത്ര. പിന്നെ ആർക്കായിരുന്നു കൂടുതൽ എതിർപ്പ്? എതിർപ്പ് ഇവളുടെ ഡാഡിക്കും മമ്മിക്കുമായിരുന്നു. അവര് വലിയ ജന്മികളും ബിസിനസ്സുകാരും കോടീശ്വരന്മാരും ഒക്കെ. ഒരു കാരണവശാലും ഇവളെ എനിക്ക് കെട്ടിച്ചു തരാൻ അവര് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിലേ കുറെ നാളത്തേക്ക് മോൻ പുറത്തും കൂടുതൽ കറങ്ങി നടക്കണ്ട. അതെന്താ? ഈ കുട്ടിയുടെ ബന്ധുക്കള് മോനെ കയ്യിൽ കിട്ടിയാലേ ചിലപ്പോ വച്ചേക്കത്തില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ധൈര്യത്തോടെ താമസിക്കാം. ഇവിടെ ഒരാപത്തും നിങ്ങൾക്കുണ്ടാവില്ല. ശരി. അത് ആരുടെ ഫോട്ടോ അമ്മ? അത് ഉദയൻ, എന്റെ ഒരേ ഒരു മകനായിരുന്നു. പക്ഷേ ഇന്ന് അവൻ എന്നോടൊപ്പം ഇല്ല. ആയുസറ്റ് മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തത്. അതെന്ത് പറ്റിയമ്മേ? അവൻ കല്യാണം കഴിച്ചതായിരുന്നു ഏറെ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ. അവര് നല്ല സ്നേഹത്തോടെ ജീവിച്ചവരാ. ഒരു മനസ്സും രണ്ട് ശരീരവും. അല്ല, എന്നിട്ട്? എന്റെ ഈ പ്രതിമാ നിർമ്മാണ ജോലിക്കായി വന്ന ഒരുത്തനുമായി അവൾ പ്രേമത്തിലായി. എന്റെ മോനെ ചതിച്ച് അവൾ അവനുമായി ഒളിച്ചോടിപ്പോയി. എന്റെ മോനത് താങ്ങാൻ പറ്റിയില്ല. അവൻ ആത്മഹത്യ ചെയ്തു. എന്റെ മോനെ കൊന്ന ആ നശിച്ചവള് മറ്റൊരുത്തിനോടൊപ്പം ജീവിക്കുക. അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നശിച്ചു പോവും അവള്. ദ്രോഹി. എന്താ മോളെ? ഒന്നുമില്ല.
എന്നാ നിങ്ങൾ രണ്ടുപേരും കൈ കഴുകി വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ മക്കളെ. എന്താ മൈഥിലി? നീങ്ങി വന്നേ. നിക്ക്. എന്താ? എടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് പടപട അടിക്കുക. നീ എന്താ ഈ പറയുന്നേ? ആ കൂട്ടക്കളത്തിന്റെ ഗുണ്ടകളും പോലീസും നമ്മളെ തിരക്കി പരക്കം പായോ? ഇവിടെ അല്ലാതെ മറ്റൊരിടവും തൽക്കാലം നമുക്ക് സേഫ് അല്ല. മൈഥിലി, നീ മറിച്ചൊന്നും ഇപ്പോ പറയരുത്. നമസ്കാരം അമ്മേ. നമസ്കാരം. 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 ഇരിക്കൂ. എന്തൊക്കെയുണ്ട് ഉണ്ണിത്താനെ വിശേഷങ്ങള്? ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാള് മധുരയിലായിരുന്നു അമ്മേ, അതാ കാണാതിരുന്നത്. നിങ്ങളുടെ മന്ദാകിനി ടെക്സ്റ്റൈൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നമ്മേ. അതിന്റെ ഒരു കാര്യം സംസാരിക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കല്യാണ സാരിയുടെ ഓർഡർ കൊടുക്കാൻ വന്നതായിരിക്കും. ഈ കച്ചവടം ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം. ഇതെന്താ ഈ വീട്ടിനകത്തൊക്കെ വടം കെട്ടിയിട്ടിരിക്കുന്നത്? ഒരു വടംവലി മത്സരത്തിനുള്ള സൗകര്യമൊക്കെ ഇതിനകത്തില്ലേ ഉണ്ണിത്താനെ? എന്നാ പിന്നെ വടംവലി കുടുംബാംഗങ്ങൾ തമ്മിലാവാമെന്ന് തോന്നി. മാത്രമല്ല, ആരും അന്യരല്ല എന്ന് പറയുമ്പോഴും എല്ലാവരും അന്യരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം. തൽക്കാലം അത്രയൊക്കങ്ങ് കരുതിയാ മതി. ആ, ഉണ്ണിത്താൻ വന്ന കാര്യം പറയേ. അതായത് മന്ദാകിനി ടെക്സ്റ്റൈൽസിന് വേണ്ടി മംഗല്യപ്പുടവകളുടെ ഒരു ഓർഡർ തരാൻ വേണ്ടി വന്നതാ. എന്നുവെച്ചാൽ ബൾക്കായ സാരികളുടെ ഒരു ഓർഡർ. കൊച്ചുപൂച്ച പച്ചമീൻ കണ്ട പോലത്തെ ഒരു ചിരി. വളർത്തമ്മയ്ക്കും ദത്തുപുത്രിക്കും. ഇത് ഞാൻ ഇപ്പൊ കലക്കാം. ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കല്യാണം നടത്തുന്ന ആർക്കും മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത ചെമ്പകമംഗലം സാരികൾ ഒഴിവാക്കാനാവില്ല. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷമാ ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഓ, അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അമ്മ ഈ ഓർഡർ ഞങ്ങൾക്ക് തരണം. എന്തു പറയുന്നു മോളെ? വളരെ നല്ല കാര്യമല്ലേ അമ്മ, നമുക്ക് ഈ ഓർഡർ ഏറ്റെടുക്കാം. നന്ദിനി മോൾ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല ഉണ്ണിത്താനെ. ഈ ഓർഡർ സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കാം. ഇക്കാലത്ത് പണമിടപാടുകളെല്ലാം ഓൺലൈൻ ട്രാൻസ്ഫറാ. പക്ഷേ ഇത് ദൈവാധീനമുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ക്യാഷായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ 1,00,000 രൂപ അഡ്വാൻസ്. നിക്ക്. അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ. നിങ്ങൾ അഡ്വാൻസ് കൊടുത്താലേ നിങ്ങൾക്ക് ആ കാശ് ഗോവിന്ദ. ഞാൻ ആരാണെന്നറിയാലോ? ഈ രാജലക്ഷ്മി അമ്മയുടെ മകളാ. ഞങ്ങളിവിടെ ഒരു ഭാഗമേപ്പൊക്കെ നടന്നു. അതനുസരിച്ചേ ഈ മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന ഉപകരണങ്ങളും കുന്ത്രാണ്ടും ഒക്കെ എന്റെ കയ്യില്. ഞാനത് കൊടുത്താലല്ലേ ഇവർക്ക് മ്യൂറൽ പെയിന്റിങ്ങും സാരി നെയ്യലും ഒക്കെ നടക്കൂ. എന്നാ ഞാനത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാവിത്രി,
സാവിത്രി എന്നല്ല, സത്യവാൻ സാവിത്രി എന്ന് വിളിച്ച് അലറിയാലും ഞാനത് തരില്ല. ഈ വട ഇവിടെ എങ്ങനെയാ വന്നതെന്ന കാര്യം ഇപ്പൊ ഉണ്ണിത്താൻ സാറിന് മനസ്സിലായല്ലോ. മനസ്സിലായി. മ്യൂറൽ പെയിന്റിംഗ് ആധികാരികമായി ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരിയാണ് ചെമ്പകമംഗലം രാജലക്ഷ്മി അമ്മ. എന്റെ അമ്മയുടെ പ്രൊഫൈൽ എന്താണെന്ന് ഇന്റർനെറ്റ് സെർച്ച് ചെയ്താല് മനസ്സിലാവും. അമ്മ ഒരു വാക്ക് പറഞ്ഞാല് അത് പാലിക്കപ്പെടുന്ന വാക്കാ. കോൺട്രാക്ട് സൈൻ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീണാലും അതിൽ നിന്ന് പിന്മാറില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന സാരികൾ നിങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായും ഉത്തരവാദിത്വത്തോടും ഞങ്ങൾ നൽകിയിരിക്കും. അതിൽ യാതൊരുവിധ ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വേണ്ട. സന്തോഷം. ദേ, എനിക്ക് ഈ വാക്ക് മതി. എഗ്രിമെന്റും വേണ്ട, വൗച്ചറും വേണ്ട. അമ്മേ, ഈ അഡ്വാൻസ് കൈപ്പറ്റിയാട്ടെ. അഡ്വാൻസ് നന്ദിനിയെ ഏൽപ്പിച്ചാ മതി. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിൽ. ഞാൻ ഇറങ്ങുന്നു. ആ ആ ശരി. ശരി. ഇതിനകത്തൊരു മാമാങ്കമാണല്ലോ. മാറിയ സാഹചര്യത്തില് ഞാൻ ഏത് പക്ഷത്ത് നിലകൊള്ളും? നീ ഈ സാരി ചെയ്തു കൊടുക്കൂ. എന്താ സംശയം? ഞാൻ പറഞ്ഞ വാക്ക് എന്റേതല്ല. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയുടേതാ. നീ ഈ ഓർഡർ ചെയ്തു കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ഓ, അത് കൺകൊളിർക്കെ കാണാൻ നീ ഒരുങ്ങിയിരുന്നോ? വാമ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണല്ലോ. ഏതെങ്കിലും ഏടാ കൂടാണോ? ഹലോ ചേച്ചി, ഇത് ഞാനാ, വൈശാഖ്. അയ്യോ, നിന്റെ നമ്പർ പോലും ഞാൻ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാണല്ലോ. ഇത് വേറെ സിമ്മ. ദേ, നീ മേലാൽ എന്നെ വിളിച്ചു പോരുത്. ചേച്ചി, നിന്റെ പേര് ഉച്ചരിച്ചു പോയാ എന്റെ ചെകിട്ട് തടിച്ച് ഡിവോഴ്സ് ചെയ്യുന്ന ജഗദീഷേട്ടൻ പറഞ്ഞിരിക്കുന്നെ. എന്റെ ജീവിതം തൊലക്കല്ലേടാ നീ. ചേച്ചി, ഞാൻ ചേച്ചിയോടൊരു കാര്യം പറഞ്ഞോട്ടെ? എനിക്കൊരു ചുക്കും കേക്കണ്ട. നീ എന്തൊക്കെ മര്യാദ കേടാടാ കാണിച്ചത്? നീ ചെറിയ കാര്യം വല്ലതാണോ കാണിച്ചത്? ACPയുടെ ഭാര്യ അടിച്ചോണ്ടല്ലടാ മുങ്ങിയത്. അവൻ ആ കാർത്തി, അവൻ മത ഇളകി ഒറ്റയാനെ പോലെ ചിഹ്നം വിളിച്ചോണ്ട് നടക്കുന്നത്. അവൻ എവിടെ ഇട്ടെങ്കിലും നിന്നെ പിടിക്കും, തള്ളി കൊല്ലുകയും ചെയ്യും. വെറുതെ പേടിപ്പിക്കാതെ ചേച്ചി. ഞാനൊരു സത്യം പറഞ്ഞതല്ലേടാ. കൊല്ലാതെ വിടാൻ അവന് സന്മനസ് തോന്നിയോ? ഉറപ്പായും നിന്റെ കൈയും കലും അവൻ ഒടിക്കും. പിന്നെ ഞണ്ട് നടക്കുന്നത് പോലെ നിനക്ക് നടക്കാം. ഹാ, കപ്പലണ്ടി വിറ്റ് ജീവിക്കാനാ നിന്റെ വിധി. ചേച്ചി, ഇങ്ങനെ ശപിക്കാതെ ചേച്ചി. പിന്നെ ശപിക്കാതെ സ്തുതിക്കാൻ നീ പുണ്യകാര്യമല്ലേ ചെയ്തത്? ഈ ചെമ്പകമംഗലത്തെ ഒരു മഹാറാണിയെ പോലെ വിലസി നടന്നവളെ ഈ മാലതി. ഇപ്പൊ ദേ, ഇവിടെ എനിക്ക് വോയിസേ ഇല്ല. ഇവിടെ എനിക്ക് ശബ്ദിക്കാൻ അവകാശമില്ല.
ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ. ചേച്ചി ചേച്ചി എന്നെ കുറ്റപ്പെടുത്തിക്കോ, അതിന് ഞാൻ അർഹനാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. എന്താണ് നിന്റെ അവസ്ഥ? എൻ്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല ചേച്ചി. എനിക്കും അവൾക്കും ആഹാരം കഴിക്കാൻ പോലും മാർഗമില്ല. ഛീ! നടന്ന് തെണ്ടട നാണം കെട്ടവനെ. മറ്റുള്ളവരെ കൂടി നാണം കെടുത്താൻ നടക്കുന്നു. ചേച്ചി എന്നെ കൈവിടല്ലേ പ്ലീസ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാ നീ പറയുന്നേ? എനിക്ക് കുറച്ച് രൂപ തന്ന് സഹായിക്കോ? രൂപയോ? ഞാൻ എങ്ങനെ തരാനാടാ? എന്റെ കയ്യിൽ കാശ് വരണമെങ്കിൽ ജഗദീഷ് ഏട്ടൻ കനിയണം. നിനക്കാണ് കാശെന്ന് പറഞ്ഞ ജഗദീഷ് ഏട്ടൻ എന്നെ പഴംപൊരിയാക്കും. ഞാനും അവളും 2 ദിവസമായിട്ട് പട്ടിണിയിലാണ് ചേച്ചി. ചേച്ചി സഹായിച്ചില്ലെങ്കിൽ ഞങ്ങള് പട്ടിണി കിടന്ന് ചാവും. വിശുദ്ധ പ്രണയത്തിന് പട്ടിണി ഒരു പ്രശ്നമല്ലടാ. ചേച്ചി ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആ, നീയും ആ ഇന്ദ്രവളും കൂടെ എവിടെയാ?